ഇടുക്കി കുമളി ഗ്രാമ്പിയിൽ വീണ്ടും കടുവയെ കണ്ടു. കൂട് സ്ഥാപിച്ചതിന് 300 മീറ്റർ അപ്പുറമാണ് കടുവയെ കണ്ടത്. കടുവ അവശതയിൽ നിന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആൽവിനാണ് ചേരുന്നത്. ആൽവിൻ, ഇവിടെ കടുവയുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കടുവ എവിടെയാണ് നിൽക്കുന്നത്? ജനങ്ങൾക്ക് എന്തെല്ലാം ജാഗ്രതയാണ് നൽകിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കടുവയുടെ സാന്നിധ്യം 2 തവണ കണ്ടതിനെ തുടർന്ന് ഗ്രാമ്പി LP സ്കൂളിന് സമീപത്തായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെയും ഈ കടുവേനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു വനംവകുപ്പ്. എന്നാൽ ആ കടുവ ഈ കൂട് സ്ഥാപിച്ച പരിസരത്തേക്ക് പിന്നീട് എത്തിച്ചേർന്നിരുന്നില്ല. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഏതാണ്ട് 300 മീറ്റർ അകലെ മാത്രം, ഈ കൂട് സ്ഥാപിച്ചതിന് 300 മീറ്റർ അകലെ മാത്രമാണ് കടുവ എത്തിച്ചേർന്നത്. പക്ഷേ അവിടെ ഒരു മ്ലാവിനെ കടുവ വേട്ടയാടിയതായും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് കൂട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കോട്ടയം DFOയുടെ പരിധിയിൽ വരുന്നതാണിത്. അങ്ങനെ കോട്ടയം DFO അത്തരത്തിലുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ കടുവ അവശ നിലയിലായതുകൊണ്ട് തന്നെ കടുവേനെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഈ മണിക്കൂറുകളിലൊക്കെയും അത് തുടർന്നും RRT സംഘം നിരീക്ഷിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കടുവ ഏതെങ്കിലും തരത്തിൽ ജനവാസ മേഖലയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു കാഴ്ചപ്പാടായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും കടുവയുടെ സാന്നിധ്യം വന്ന പ്രദേശങ്ങളിൽ അതിജാഗ്രത പാലിക്കണം ആളുകൾ എന്നുള്ളതാണ്. ഈ പശുക്കളെയും മറ്റും ആടുകളെയും ഒക്കെ മേയാനായിട്ട് ഈ പ്രദേശങ്ങളിലേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശവും വനംവകുപ്പ് ഇപ്പോൾ നൽകുന്നുണ്ട്. സ്വാതി. ശരി ആൽവിൻ, ഇടുക്കി കുമളി ഗ്രാമ്പിയിലാണ് വീണ്ടും കടുവയെ കണ്ടത്. കൂട് സ്ഥാപിച്ചതിന് 300 മീറ്റർ അപ്പുറമാണ് കടുവയുള്ളത്. ജനങ്ങളോട് പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.